പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയൂണൊക്കെ കഴിച്ചായിരുന്നു കൂടിക്കാഴ്ച. എന്തായിരിക്കാം ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? എന്തൊക്കെ ചർച്ചയായിരിക്കാം? സാധാരണഗതിയിൽ ആർമി അള്ള അമേരിക്ക എന്ന് പറയാറുണ്ട്, 3 A's. അപ്പോൾ മറ്റേ ഇറാൻ വിഷയം ചർച്ച ചെയ്തതായിട്ട് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ വാർത്തകളിലൊക്കെ കാണുന്നത് ബലൂചിസ്ഥാനിൽ അമേരിക്കയുടെ താവളം, അതായത് ഇറാനെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ബലൂചിസ്ഥാനിൽ താവളം അടിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ, തൊട്ടപ്പുറത്താണല്ലോ ഇറാൻ, കാരണം അവിടെ സിസ്തൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രവിശ്യയാണ് അപ്പുറത്ത് ഇറാൻ്റെ. അവിടെ നിന്നും അവിടെയും വിമതരുണ്ട്, ഇപ്പുറത്തും വിമതരുണ്ട് ബലൂചിസ്ഥാൻ. അപ്പോൾ അവിടെ താവളമാക്കി ആക്രമണം നടത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് സംസാരങ്ങൾ നടന്നത്. മറ്റ് കച്ചവട കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസി പോലുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ഈ യുദ്ധത്തിൻ്റെ കാര്യം മാത്രം പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിലെ താവളം, പിന്നെ പാകിസ്ഥാൻ്റെ വ്യോമമേഖല ഉപയോഗിക്കുക, ഈ ആക്രമണത്തിന് ശേഷം കുറേ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് വരും, പല ആളുകളെ രക്ഷപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ഇറാൻ്റെ അകത്ത് നിന്നും ഒക്കെ ഈ അമേരിക്കക്കാരെ രക്ഷപ്പെടുത്തുകയും ഒക്കെ വേണ്ടി വരും. പല ഘട്ടങ്ങളിലും വിമാനങ്ങൾ തന്നെ മാറ്റേണ്ടിയൊക്കെ വരും. അങ്ങനത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ്, പിന്നെ ഈ ഇറാൻ്റെ ഭരണകൂടത്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ് സംയുക്തമായിട്ട് പാകിസ്ഥാനികൾക്ക് കൂടുതൽ ആക്സസ് ഒക്കെ അവിടെ കാണും, വിവരങ്ങൾ കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ചാരപ്രവർത്തനങ്ങളിൽ സംയുക്തമായിട്ട് ഏർപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പക്ഷേ തിരിച്ച് എന്ത് ചോദിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു വിഷയമുണ്ട്. അങ്ങനെ തിരിച്ചു ചോദിക്കുന്ന കൂട്ടത്തിൽ പെടുന്നതാണ് കശ്മീർ. കശ്മീർ രാജ്യാന്തര തലത്തിൽ ചർച്ചക്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ, അതുപോലെ ആ നദീജല കരാറില്ലേ, അതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുക, ഇതിനൊക്കെ പുറമെ നിക്ഷേപങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ കുത്തുവാള എടുത്തിരിക്കുകയാണല്ലോ. IMF ലോൺ അമേരിക്ക ഇടപെട്ട് അടുത്ത ഗഡു കൊടുത്തു. അപ്പോൾ അമേരിക്ക സഹായിച്ചുകൊണ്ടിരിക്കും പല കാരണങ്ങൾ കൊണ്ടെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. സാമ്പത്തിക സഹായവും അതിന് പകരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ബലൂചിസ്ഥാനെ പിന്തുണയ്ക്കുന്ന പരിപാടിയിൽ നിന്ന് ഇന്ത്യ പിന്നാക്കം പോകണം എന്ന് അമേരിക്ക ആവശ്യപ്പെടണം എന്നും മുനീറിന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കാരണം തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ ഉണ്ടല്ലോ, TTP എന്ന് പറഞ്ഞ ഭീകര സംഘടന പാകിസ്ഥാനിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലും. അതിന് ഇന്ത്യ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാന് വിശ്വാസമുണ്ട്. ഈ മൊല്ലാക്ക ജനറൽ, ഈ ഫെയിൽഡ് മാർഷൽ അസിം മുനീറിന് വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ TTPക്ക് പിന്തുണ കൊടുക്കാതിരിക്കുക, അതും ആവശ്യപ്പെട്ടിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുമായി ഈ ഇപ്പോഴത്തെ സംഘർഷ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇന്ത്യയുമായി ചർച്ചകൾക്കൊക്കെ നടത്താനുള്ള അവസരമൊരുക്കണം എന്നും ആവശ്യപ്പെട്ടിരിക്കാം. അപ്പോൾ കാനഡയിൽ ആ G7 ഉച്ചകോടി കഴിഞ്ഞിട്ട് മോദി ഒന്ന് ഇതുവഴി പോകാനായിട്ട് പറഞ്ഞിരുന്നില്ലേ? അതെ, ട്രംപ് ഇല്ല. അപ്പം മുനീറിനെയും ട്രംപിനെയും ഒന്നിച്ചിരുത്താം എന്നൊരു വ്യാമോഹം ഉണ്ടായിരുന്നായിട്ടാണ് പറയുന്നത്. എന്നിട്ട് പുള്ളിക്ക് കൊട്ടിഘോഷിക്കാം, മറ്റേ നോബൽ സമ്മാനം വേണമല്ലോ, സമാധാനം, ഞാൻ രണ്ടുപേരെയും കൊണ്ടുവന്നിരിക്കുന്നു, ചിത്രങ്ങളൊക്കെ ആയിട്ടെ ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഒന്നിച്ച് ബിരിയാണിയൊക്കെ കഴിപ്പിച്ച് വിടാം എന്ന് ഉദ്ദേശിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ വിദേശകാര്യ സെക്രട്ടറി പറയുകയും ചെയ്തിരുന്നു, ട്രംപ് മോഡി അങ്ങനത്തെ ഒരു ചർച്ച ഉദ്ദേശിച്ചിരുന്നു, അവരെ രണ്ടുപേരെയും വെച്ചിട്ട് ഉദ്ദേശിച്ചിരുന്നു. പാകിസ്ഥാനെ പിടിച്ചിട്ടാണ് നേരത്തെ ഈ അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻസ് അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. കാരണം പാകിസ്ഥാൻ എപ്പോഴും അമേരിക്കയുമായിട്ട് ചേർന്ന് പലപ്പോഴും പോയിട്ടുണ്ട്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ ഓപ്പറേഷൻ കാലത്ത് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അവിടെ ഇട്ടിട്ട് പോയ ആയുധങ്ങളൊക്കെ പാകിസ്ഥാൻ എടുത്ത് ഭീകരന്മാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ എല്ലാ കാലത്തും മറ്റേ
പാകിസ്ഥാൻ പട്ടാളവുമായിട്ടുള്ള ബന്ധത്തിൽ കോൾമേയർ കൊണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക പാകിസ്ഥാനിലെ. അതിപ്പോൾ സിയാവുൾ ഹക്കായാലും മുഷറഫ് ആയാലും മുനീർ ആയാലും അവർക്ക് സുഖം ഒരു പട്ടാള മേധാവി നയിക്കുന്നതാണ്. അപ്പോൾ പട്ടാള മേധാവിയാകുമ്പോൾ മൊത്തത്തിൽ അടിച്ചമർത്തുന്ന ഒരു ആളാണല്ലോ, ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പാകിസ്ഥാൻ ഇരിക്കുന്ന ആ ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ടല്ലോ, ഭൂപ്രദേശം, അത് ഇന്ത്യയേക്കാൾ പ്രധാനമാണെന്ന് ഈ കോളനി ശക്തികൾക്ക് പണ്ടേ അറിയാം. കാരണം വ്യോമതാവളങ്ങൾ, പിന്നെ ഒരു വലിയ യുദ്ധം നടക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളൊക്കെ സജ്ജീകരിക്കാൻ പറ്റിയ തന്ത്രപ്രധാന മേഖലയാണ്. 1947 ജൂലൈ 7 ബ്രിട്ടീഷ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 3 സേനകളുടെയും സംയുക്ത സമിതി, ആ സമിതി 1947 ജൂലൈ 7 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു ആഗോള യുദ്ധം, പ്രധാനപ്പെട്ട യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തന്ത്രപ്രധാനമായ സ്ഥലം ഇന്ത്യയല്ല, പാകിസ്ഥാനാണ്. ഏത് പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ആ മേഖല, ഇപ്പോൾ പാകിസ്ഥാൻ ഇരിക്കുന്ന മേഖല തന്ത്രപ്രധാനമാണ്. അതുകൊണ്ടുകൂടിയാണ് ബ്രിട്ടൻ ഈ പാകിസ്ഥാൻ ഉണ്ടാക്കണം എന്നും വാശിയുണ്ടായിരുന്നതെന്നാണ് രേഖകളിലൊക്കെ പറയുന്നത്. ഇങ്ങനൊരു പ്രദേശം കാർവ് ഔട്ട് ചെയ്ത് വെക്കുക. കശ്മീർ ബ്രിട്ടന് ആവശ്യമുണ്ടായിരുന്നു. പിൽക്കാലം ഒരു സുഖവാസ കേന്ദ്രമായിട്ടും മൗണ്ട് ബാറ്റൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഹരിസിംഗ് ഇന്ത്യയിൽ ചേർന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ഒരു ബഫർ സോണായിട്ട് വെക്കണം എന്നൊക്കെ പല ചരിത്രത്തിലും കാണുകയും ചെയ്യാം. അപ്പോൾ 909 കിലോമീറ്റർ ഇറാനുമായിട്ട് അതിർത്തിയുണ്ട് പാകിസ്ഥാൻ. എന്തുകൊണ്ട് തന്ത്രപ്രധാനം എന്ന് പറയുകയാണ്. 909 കിലോമീറ്റർ ഇറാനുമായിട്ട് അതിർത്തി, 2640 കിലോമീറ്റർ അതിർത്തി അഫ്ഗാനിസ്ഥാനുമായിട്ട്, പിന്നെ എണ്ണ സമ്പന്നമായ അറേബ്യയുടെ അടുത്ത് പാകിസ്ഥാൻ, പിന്നെ സോവിയറ്റ് യൂണിയനും ഒക്കെ ആയിട്ട് അടുപ്പം, ഏതാണ്ട് അതിർത്തിയും ഒക്കെ പങ്കിടുന്നത് പോലെ. 1948 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പാകിസ്ഥാൻ ഇരച്ചു വന്നല്ലോ, അങ്ങനെയല്ലേ POK ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ 1948 ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പാകിസ്ഥാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയും അഫ്ഗാനുമായിട്ടുള്ള അതിർത്തി പോയി. പിന്നെ അവർക്ക് പാകിസ്ഥാന് 596 കിലോമീറ്റർ ചൈനയുടെ അതിർത്തിയും കൂടി കിട്ടി. അങ്ങനെയാണല്ലോ കുറേ ഭാഗം അങ്ങോട്ട് പാട്ടത്തിനെടുത്ത് കൊടുത്തത്, ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും ഒക്കെ. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് അതിർത്തി വരുന്നൊരു മേഖലയാണ്, തന്ത്രപ്രധാന മേഖലയാണ് പാകിസ്ഥാൻ. ഇന്ത്യ അങ്ങനെ അല്ല. ഇന്ത്യയുടെ അതിർത്തി നോക്കി നേപ്പാൾ, ഭൂട്ടാൻ ഇങ്ങനെയൊക്കെയാണല്ലോ പാകിസ്ഥാൻ. അതെ. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അതിർത്തികൾ അങ്ങനെയല്ല. രാജ്യാന്തര തലത്തിൽ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ട്. ശീതസമരകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും 2 ചേരിയിലായിരുന്നു സ്വാഭാവികമായിട്ടും. 1958 അയൂബ് ഖാൻ അവിടെ അട്ടിമറി നടത്തി, പട്ടാള അട്ടിമറി. അങ്ങനെയാണല്ലോ ആദ്യത്തെ അട്ടിമറി വരുന്നത്. അത് പിന്നീടാണ് ഈ ആർമി അള്ള അമേരിക്ക എന്ന് പറഞ്ഞ ഫോർമുല വരുന്നത്. ആ ഫോർമുല വീണ്ടും ഇപ്പോൾ പൊടി തട്ടി എടുത്തിരിക്കുകയാണ് ട്രംപ്. IMF, വേൾഡ് ബാങ്ക് അല്ലേ, പിന്നെ ഡീലിസ്റ്റിംഗ്, FATF എന്ന് പറഞ്ഞിട്ടൊരു ആഗോളതലത്തിൽ ഫിനാൻസൊക്കെ നോക്കുന്നത്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കരുത് എന്നൊക്കെ തീരുമാനിക്കുന്ന സംഘടനയുണ്ടല്ലോ, അതിൽ നിന്ന് പാകിസ്ഥാനെ നീക്കിക്കൊടുക്കൽ, ഇതൊക്കെ അമേരിക്ക ചെയ്യുന്നുണ്ട്. ആകെ അതിൻ്റെ അകത്ത് അംഗരാജ്യങ്ങളിൽ തുർക്കി മാത്രമാണ് അനുകൂലിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഊരിക്കൊടുക്കാനോ അമേരിക്കയെ കിട്ടും പാകിസ്ഥാന്. 1979 അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ മറ്റേ സിയാവുൾ ഹക്ക് പാകിസ്ഥാനെ ചേർത്ത് നിർത്തിയല്ലോ, ഒരു മുൻനിര രാഷ്ട്രമായി. അതിൻ്റെ അകത്ത് ഈ ആഗോള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ ഒന്ന് പിടിച്ച് കയറുന്ന കാണാം, ഏതെങ്കിലും തരത്തിലൊരു പ്രാധാന്യം അതിനുണ്ടാക്കാം. ഇപ്പോൾ ഇന്ത്യ ആയിട്ടുള്ള യുദ്ധത്തിൽ തോറ്റ് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഈ ഇറാൻ്റെ യുദ്ധം വരുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു കയറാം എന്ന്
പട്ടാളം കരുതുകയാണ്, പാകിസ്ഥാൻ പട്ടാളം. സെപ്റ്റംബർ 11 ആക്രമണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാകിസ്ഥാൻ നിന്നു. പിന്നെ മുഷറഫ് താലിബാനും അൽ-ഖ്വയ്ദയ്ക്കുമെതിരെ നിലകൊണ്ടു. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ടവനായി. 1970 അതുകൊണ്ട് തന്നെ ഈ ഫോർമുലയുള്ളത് കൊണ്ട് അമേരിക്ക ആർമി ഫോർമുലയുള്ളത് കൊണ്ട് 1979 പാകിസ്ഥാൻ ആണവ പദ്ധതി ഉണ്ടാക്കുമ്പോൾ അമേരിക്ക അതിനെ തടഞ്ഞില്ല. ഇപ്പോൾ ഇറാനോട് കാണിക്കുന്നത് പോലെയൊന്നും പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായിട്ട് പോലും കാണിച്ചില്ല. അവരതുമായിട്ട് മുമ്പോട്ട് പോട്ടെ, അവർക്ക് അതിൽ ഇളവ് കിട്ടി. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയപ്പോൾ അവിടെ നിന്നുള്ള ആയുധങ്ങൾ പഞ്ചാബിൽ കശ്മീരിൽ ഒക്കെ ഉപയോഗിക്കാനും കിട്ടി, വിതരണം ചെയ്യാനും ഒക്കെ അവർക്ക് കിട്ടി അമേരിക്കയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ ഉച്ചയൂണ് അതിനെപ്പറ്റി തരൂർ പറഞ്ഞു, അത് മുനീറിനെ സംബന്ധിച്ച് ഫുഡ് ഫോർ തോട്ട് കൂടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഒരു ചിന്തയ്ക്കുള്ള വിഷയം കൂടിയായിരുന്നെങ്കിൽ, അതാണല്ലോ ഇംഗ്ലീഷിൽ ഫുഡ് ഫോർ തോട്ട് എന്ന് പറഞ്ഞ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അവിടെ ഒരു താവളം ഇതിൻ്റെ കൂടെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ 2 ആഴ്ച സമയമുണ്ടല്ലോ. ട്രംപ് പറഞ്ഞിട്ടുണ്ട് 2 ആഴ്ച എന്ന്, അതിൻ്റെ സമയം കൊടുത്തേക്കാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.